ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴെങ്കിലും ചിലർ പറയാറുണ്ട്, ഞാൻ എത്ര അധ്വാനിച്ചിട്ടും എനിക്കൊരു ഉയർച്ച ഉണ്ടാവണില്ല, ഒരു അഭിവൃദ്ധി ഉണ്ടാവണില്ല, അല്ലെ എന്തോ ശാപമുള്ള പോലെയാണ്, എന്തോ പ്രശ്നമുള്ള പോലെയാണ്, ഞാൻ മാത്രം ഗതി പിടിക്കണില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന, അങ്ങനെ വിചാരിക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതാ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, അങ്ങനെ നമ്മളെ സംബന്ധിച്ച് പ്രീ ഡെസ്റ്റിനേഷനൊന്നുമില്ല. എത്ര വലിയ നാശത്തിൻ്റെ ശക്തികൾ നമ്മുടെ മേലുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ശക്തനായ ദൈവം നമ്മോട് പറയുക, സർവശക്തനായ ദൈവം, നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്ന, നമ്മെ സുഖപ്പെടുത്താൻ കഴിയുന്ന, ഏത് പ്രശ്നത്തിൽ നിന്നും നമ്മെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന ദൈവം ഇതാ നമ്മോട് പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഇതാ, ഇന്നു ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്നു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തെ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം പറയുവാണ്, കർത്താവ് നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചേക്കുക. നന്മ എന്ന് പറഞ്ഞ ജീവൻ, തിന്മ എന്ന് പറഞ്ഞ മരണം. അപ്പോൾ രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. തിരഞ്ഞെടുക്കുന്ന ആരാ? നമ്മളാ. എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് നമ്മളാണ്. എൻ്റെ വചനം പറയുവാണ്, എന്താ നന്മ? നന്മ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ വചനം അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ, വചനത്തിന് വില കൊടുത്ത് ജീവിക്കുവാണെങ്കിൽ, ഈ വചനം പറയുന്ന പോലെ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുവാണെങ്കിൽ, വചനം പറയുക, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആ പറഞ്ഞ് എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും എത്ര വലിയ അസ്വസ്ഥതയിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവം പറയുന്നത്, നീ വചനത്തിന് വില കൊടുത്തോ, ദൈവത്തിന് വില കൊടുത്തോ, അങ്ങനെ ജീവിച്ചോ, അങ്ങനെയെങ്കിൽ നീ വസിക്കുന്ന ദേശത്ത്, നീ പോകുന്നിടത്ത് അനുഗ്രഹം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, തരാൻ പറ്റും ദൈവമാണ് പറയണേ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നമുക്ക് വിശ്വസിക്കാം. ഒന്ന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൂ. നമ്മൾ ദൈവത്തിന്, ദൈവീയ കാര്യങ്ങൾക്ക്, ദൈവം പറഞ്ഞ വചനത്തിന് എത്ര വില കൊടുക്കുന്നുണ്ട്, കർത്താവിന് എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. അതിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ വാഗ്ദാനം പാലിക്കാൻ ദൈവവും വിശ്വസ്തനാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.